ട്യൂൺ ചെയ്യാൻ പാട്ടറിയാത്ത ഒരാളാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. കരുണ വാത്സല്യ സഹനാദി ഭാവങ്ങൾ ഒരു നാളിൽ രൂപമായി മാറുമെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ പള്ളൊക്കെ നിറഞ്ഞ് ഉഷാറാകുമ്പോൾ അവിടെ പിന്നെയും റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടക്കും. ഭയങ്കര തിരമാല വന്നുകൊണ്ട് മൂടി ലാഞ്ചിയിലൊക്കെ വെള്ളം നിറഞ്ഞു, എല്ലാവരും മരിക്കണേ. ഹേ മേരെ പ്യാരേ വതൻ ഹേ മേരെ ബിച്ഛിടേ ചമൻ. ഇപ്പോൾ ഷെരീഫ് കാക്ക അതൊരു വിശ്വസിക്കാൻ പറ്റാത്ത പോലായിരുന്നു. ഷെരീഫ് കാരനോട് സ്റ്റേജിലേക്ക് വിളിച്ചാൽ പാടുവഴിച്ചു. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അദ്ദേഹത്തിന് എൻ്റെ കയ്യിന് കൊണ്ട് പലപ്പോഴും ചായ കൊടുത്തിട്ടുണ്ട്. മലർക്കൊടി പോലെ വന്നത്തൊടി പോലെ മയങ്ങോ നീ മടിമേലേ. ഉപ്പൂപ്പ ഈണമിട്ട് പേരമകൾ പാടി ഹിറ്റാക്കിയ ഒരു പാട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ആ പാട്ട് ചിട്ടപ്പെടുത്തിയ മണിപ്പറമ്പൻ അബ്ദുവും പാടിയ ഷഹീമയും ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. മണിപ്പറമ്പൻ അബ്ദു കോട്ടക്കൽ ആട്ടീരി സ്വദേശിയും പേരമകൾ ഷഹീമ മാറാക്കര കരേക്കാട് സ്വദേശിയുമാണ്. ഇവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ ഏറ്റവും വൈറലായൊരു പാട്ട് അത് പിന്നെ ഒരു ഉപ്പൂപ്പ ഒരു പേരക്കുട്ടി പാടിയൊരു പാട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി. അത് പത്രങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു. എങ്ങനെയാണ് ഈ ഒരു പാട്ട് അത് ട്യൂൺ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം? ട്യൂൺ ചെയ്യാൻ പാട്ടറിയാത്ത ഒരാളാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം എഴുതിയിട്ട് എനിക്ക് തന്നു. അബ്ദുക്ക പല പാട്ടുകളൊക്കെ പാടാറുണ്ടല്ലോ, ഈ പാട്ടിനൊരു ട്യൂൺ കൊടുത്തുകൊണ്ട് പാടാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് വാങ്ങി ഞാനിങ്ങനെ നോക്കി, പല ട്യൂണുകളും മറ്റു പാട്ടിൻ്റെ ട്യൂണുകളിൽ ഇങ്ങനെ നോക്കി, അത് ശരിയാവുന്നില്ല. അങ്ങനെ ഞാനൊരു ട്യൂണ് കണ്ടെത്തി. പഴയ പ്രസിദ്ധ ഗായകനായ മന്നാടൻ്റെ ഒരു പാട്ട്, ഹിന്ദി പാട്ട്. ആ ഹിന്ദി പാട്ടിന് പാടിയിട്ട് അതിനോട് സ്വാമിയൊക്കെ കേട്ട് എൻ്റെ വകയായിട്ടും കൂടി കുറച്ച് കൂട്ടിച്ചേർത്തു. അപ്പോൾ അത് അല്ലതാനും, എന്നാൽ അതിൻ്റെ അടിസ്ഥാനം അതാണ്. അടിസ്ഥാനം മന്നാടൻ്റെ ആ പാട്ടാണ്. അങ്ങനെ ആ ട്യൂണ് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് പാടാൻ കഴിഞ്ഞു. അത് ഞാൻ സ്റ്റേജിൽ പാടി. അപ്പോൾ എല്ലാവരും വന്ന് കൈയടിച്ച് സ്വീകരിച്ചു. അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അത് പുറത്തൊന്നും വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഗൾഫ് ജീവിതം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് 30 കൊല്ലമായി. അപ്പോൾ 2 വർഷം മുമ്പ് എൻ്റെ പേരക്കുട്ടി ഇങ്ങനെ നന്നായിട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ അവളെ കൊണ്ട് ഇതൊന്ന് പാടിച്ചു വെറുതെ. അപ്പോൾ നന്നായിട്ട് പാടുന്നത് കേട്ടു. അപ്പോൾ അവളെ ഉപ്പാട് പറഞ്ഞു ഇത് റെക്കോർഡ് ചെയ്യണം. അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്യിച്ചു. റെക്കോർഡ് ചെയ്ത് വന്ന അത് കേട്ടപ്പോൾ എൻ്റെ സന്തോഷം കൊണ്ട് 10,000 രൂപ അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അത് എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ അതിങ്ങനെ അവളെ വാപ്പ പറഞ്ഞു അത് ഷൂട്ടിങ് നടക്കണം, ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം അത് പുറത്ത് വിടാവൂ. അപ്പോൾ ഞാനും അത് തന്നെ പുറത്ത് വിട്ടിട്ടില്ല, റെക്കോർഡിങ് ചെയ്തു വെച്ചു. അങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ആളെ കിട്ടുമ്പോൾ മറ്റതിന് ഡയറക്ഷൻ കൊടുക്കുന്ന ആളെ കിട്ടൂല, അങ്ങനെയൊക്കെ കൂടി വീഡിയോ ഷൂട്ട് അത് അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളെ കോട്ടക്കൽ കുഞ്ഞുമൊയ്തീൻ കുട്ടി, എൻ്റെ ബന്ധുവാണ്, അദ്ദേഹം സിനിമയിലേക്ക് വീണ്ടും പാട്ട് എഴുതാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കുഞ്ഞുമൊയ്തീൻ കുട്ടിക്ക് അത് അയച്ചു കൊടുത്തു. ഞാനിങ്ങനെ ഒരു പാട്ട് ട്യൂണ് കൊടുത്തിരുന്നു. എൻ്റെ പേരക്കുട്ടി അത് പാടി അതൊന്ന് കേട്ട് നോക്കിയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അത് കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം അത് വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം അത് ശശീന്ദ്രൻ പേരുള്ള ഒരു സഹോദരൻ കോയിലാണ്ടിയിൽ അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം വളരെ ഇഷ്ടമായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലെല്ലാം അങ്ങോട്ട് പരസ്യമായി. അത് മലയാള മനോരമയിൽ വന്നു റിപ്പോർട്ട്, പിന്നെ ദേശാഭിമാനിയിൽ വന്നു, പിന്നെ ഇപ്പം ഇന്നലെ മാധ്യമത്തിലും വന്നു. അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ. ആ പാട്ടാണ് അവളെ പാടിയത്. ഈ പാട്ട് എഴുതിയത് ആരാന്ന് പറഞ്ഞാൽ ഉമയൂൺ കബീർ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തേരൻ. അദ്ദേഹം അന്ന്
ദുബായ് ജനറൽ പോസ്റ്റ് ഓഫീസിലെ ജോലിയായിരുന്നു. നിങ്ങൾ ഒരുമിച്ചാവും അല്ലേ? ഒരുമിച്ചായിരുന്നു താമസം. അപ്പോൾ അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് പറ്റി. ആ സമയത്താണ് അദ്ദേഹം ഉമ്മ അടുത്തില്ലാത്തതിൻ്റെ വേദന എഴുതിയത്. അങ്ങനെയാണ് അത്. ശരിക്കും അപ്പോൾ ഒരു മറ്റേ സങ്കടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ അവളെ വാക്കുകളും അത് നല്ല മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ് കൊള്ളുന്ന രീതിയിലാണ് അവൾ പാടിയിട്ടുള്ളത്. അത് പിന്നെ അവിടുന്ന് തന്നെ ട്യൂൺ ചെയ്തിരുന്നോ? അവിടുന്ന് 89 ട്യൂൺ ചെയ്തതാണ്. പക്ഷെ അത് ആരും അന്ന് പാടിയില്ല. ഞാൻ തന്നെ പാടി. അതല്ല അന്ന് റെക്കോർഡ് ചെയ്യലും നടന്നില്ല. അന്ന് റെക്കോർഡൊന്നും അറിയില്ല. അത് അങ്ങനെ ഒരു പരിപാടിയൊന്നും എനിക്ക് അറിയില്ല. പിന്നെ ഇവിടെ നാട്ടിൽ വന്നപ്പോഴാണ് എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ, ഇവളിങ്ങനെ എന്തോ ഒരു പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കണേ എന്നൊക്കെ അറിഞ്ഞു. അങ്ങനെയാണ് ഇവളെ കൊണ്ട് ഞാൻ പാടിച്ച് നോക്കിയപ്പോൾ റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നിയിരിക്കും. അങ്ങനെ അവളെ ഉപ്പാനോട് പറഞ്ഞ് എന്താണ് വള്ളിക്കാപ്പറ്റ വെള്ളിക്കാപ്പറ്റാന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റുഡിയോയിൽ പോയിട്ട് പിന്നെ റെക്കോർഡ് ചെയ്തു. അത് നിസാർ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു അന്ധവിദ്യാലയത്തിൽ കണ്ണില്ലാത്ത ഒരാൾ. അവിടെ ഒരു അന്ധവിദ്യാലയം ഉണ്ട് വള്ളിക്കാപ്പറ്റ അല്ലേ? അതിലൊരു അധ്യാപകനുണ്ട് നിസാർ മാസ്റ്റർ, തൊടുപുഴയുള്ള നിസാർ മാസ്റ്റർ. അദ്ദേഹമാണ് ഇതിന് വേണ്ടുന്ന പരിപാടി. വള്ളിക്കാപ്പറ്റ അന്ധവിദ്യാലയത്തിലെ അധ്യാപകനാണ്. അദ്ദേഹമാണ് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് റെക്കോർഡ് ചെയ്തത്. ശരി. അതാണ് ഇപ്പോൾ ഈ പേരമകൾ പാടിയിട്ടുള്ളത്. ആ പാട്ടൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി. കരുണ വാത്സല്യ സഹനാദി ഭാവങ്ങൾ ഒരു നാളിൽ രൂപമായി മാറുമെങ്കിൽ ഈ ലോകത്തേറ്റമിൻ ബഹുമാന പാത്രമായി അതു തന്നെയാണിൻ്റുമ്മ, അതു തന്നെയാണിൻ്റുമ്മ. കരുണ വാത്സല്യ സഹനാദി ഭാവങ്ങൾ ഒരു നാളിൽ രൂപമായി മാറുമെങ്കിൽ ഈ ലോകത്തേറ്റമിൻ ബഹുമാന പാത്രമായി അതു തന്നെയാണിൻ്റുമ്മ, അതു തന്നെയാണിൻ്റുമ്മ. അല്ല, അന്ന് ഗൾഫിൽ നിന്ന് പാട്ട് പഠിച്ചിട്ടില്ലേ? ശരിക്കും ഗൾഫിൽ ഒരു വർഷക്കാലം പഠിച്ചിട്ടുണ്ട്. ഈ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ട്. ആരായിരുന്നു ഗുരു? ബാലകൃഷ്ണൻ തന്നെ, ഹരിഹര അയ്യർ, കോഴിക്കോട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഈ ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചത്. ശാസ്ത്രീയ സംഗീതം പഠിച്ചു. ശാസ്ത്രീയ സംഗീതം ഒരു വർഷം. പിന്നെ അദ്ദേഹത്തിന് ജോലി ഒക്കെ മാറ്റം വന്നപ്പോൾ പിന്നെ അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. അപ്പോൾ പിന്നെ സ്തംഭിച്ചു. ചില പാട്ട് പാടുന്ന സന്ദർഭം ഉണ്ടായിരുന്നു ഇസ്ലാമിക് സെൻറ്ററിൽ. അപ്പോൾ അതിൽ ഇതാണ്ട് പാടി ഞാൻ പഠിച്ചു വെച്ചേന്. എല്ലാവരും കൈയടിച്ച് സ്വീകരിച്ചു. പിന്നെ അത് മനസ്സിലുണ്ടായിരുന്നുള്ളൂ, പിന്നെ എവിടെയും പാടിയിട്ടില്ല. ഞാനിങ്ങനെ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ പാട്ട് പാടും. തുന്നൽപ്പണിയാണല്ലോ. തുന്നൽപ്പണിയാണ്. ഇവിടെ ഈ പാട്ട് പഠിപ്പിക്കാനൊന്നും സാഹചര്യമൊന്നും നാട്ടിലുണ്ടായിരുന്നില്ല അല്ലേ? വീട്ടിൽ ഇല്ല, അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ പെട്ടിപ്പാട്ടൊന്നും ഒക്കെ പഴയ ഗ്രാമഫോൺ പെട്ടിന്നേ ആദ്യത്തൊക്കെ പാട്ട് ഇങ്ങനെ കേട്ട് ആനന്ദിക്കും ഞാൻ. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 4 വരെ. പിന്നെ തുറന്നു പഠിപ്പിക്കാൻ വീട്ടിലെ പിന്നെ സാഹചര്യം വളരെ മോശമായിരുന്നു. അപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടുള്ള മണ്ണ് വാരലും കല്ലേറ്റലും എന്ന ജോലിയൊക്കെ ചെയ്തു. പിന്നെ അതുകൊണ്ടൊന്നും ആവില്ല. അപ്പോൾ ഉപ്പാനെ സഹായിക്കാൻ വേറെ വല്ല നാട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് കരുതി അങ്ങനെ നാട് വിടാൻ പറ്റി. എങ്ങനെയാണ് ഇവിടെ നാട് വിട്ട് പോണത്? എങ്ങനെയാണ്? അങ്ങനെ ഞാൻ എവിടേക്കെങ്കിലും പോയി എവിടെയെങ്കിലും ജോലി ചെയ്താലേ ഉപ്പാനെ സഹായിക്കാൻ സാധിക്കൂ എന്ന് കരുതി ഇവിടുന്ന് തിരൂർക്ക് പോയി. തിരൂർ പോയിട്ട് വണ്ടി കാണാൻ ചെന്നു. ആദ്യമായിട്ട് വണ്ടി കാണുക ട്രെയിൻ. 64 അന്ന് എനിക്ക് 14 വയസ്സുള്ളൂ. അങ്ങനെ വണ്ടി കണ്ടപ്പോൾ എനിക്ക് അതിലൊരു കയറാൻ പോയി. അങ്ങനെ കയറി പിന്നെ ഇറങ്ങിയില്ല. ഈരോട് ചെന്നപ്പോൾ TTR ഞാൻ പടീൻ്റെ തൊട്ട് കിടന്നു. TTR എൻ്റെ കോളർ പിടിച്ച് വന്നിച്ചു. ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല. അങ്ങനെ അവിടെ നിന്ന് ഇറക്കിയിട്ട് വന്നു. ഈ പ്ലാറ്റ്ഫോമിൽ എവിടെയും കണ്ടുപോകരുത് നിന്നെ, ഇനി കാണൂല. അവർ പോയതിന് ശേഷം അടുത്ത വണ്ടി കയറി ജോലാർപേട്ട ആർക്കോണല്ല, ജോലാർപേട്ട, കടപ്പ, ഇവിടെ ഒക്കെ പിടിച്ചിട്ടുണ്ട്.
ടിക്കറ്റില്ലാതെ പോകില്ല. ഒക്കെ പുറത്തിറക്കും, പുറത്തിറക്കും. വീണ്ടും എടുത്തോണ്ട് അത് തപ്പും. പൈസ ഉണ്ടോ? അപ്പോൾ പൈസ ഒന്നുമില്ല. ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കയറിയത്. ഇനി ഇവിടെ ഇനി മേലാൽ കയറിയത് തന്നെ റെയിൽവേൻ്റെ സ്കൂളിൽ കയക്കും. എന്നിട്ട് റെയിൽവേൻ്റെ വല്ല പണിക്കാരനായിട്ട് ഇറങ്ങാൻ എനിക്ക് ഉമ്മാനി ഉപ്പാനി ഒന്നും കാണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടുന്ന് പോയി. അങ്ങനെ ഈ വിശന്ന് വരയുമ്പോൾ വല്ല ഹോട്ടലിലും പോയി ജോലി എടുക്കും. 2-3 ദിവസം കഴിയുമ്പോൾ പള്ളൊക്കെ നിറഞ്ഞ് ഉഷാറാകുമ്പോൾ അവിടുന്ന് പിന്നെയും റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടക്കും, ബോംബെക്ക് കയറും. അങ്ങനെ പല സ്റ്റേഷനിലും എന്നെ പിടിച്ചിരിക്കുന്നു. അങ്ങനെ പല സ്റ്റേഷനിലും പിടിച്ചു, ഇറക്കി, വീണ്ടും കയറി അങ്ങനെ പിന്നെ 17ാമത്തെ ദിവസം ബോംബെയിലെത്തി. അങ്ങനെ അവിടെ നിന്ന് പല ആദ്യം തുന്നപ്പണിയിൽ അങ്ങനെ കൊണ്ടുപോയി ചേർത്തു. അവന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചെയ്തിരുന്നോ, നാട്ടിൽ ചെയ്തിരുന്നോ? അവിടുന്ന് കുറേശ്ശെ തുളവിനാനും ബട്ടൺസ് വെക്കാനും ഡ്രോയറൊക്കെ അടിക്കാനും ആയിരുന്നു. അപ്പോൾ അന്നേക്കാണ് അവിടെ ചെന്നുകൊണ്ട് തുന്നപ്പണി പഠിക്കാനായത്. അതിലാണ് ജ്യേഷ്ഠൻ മരണപ്പെട്ടത് അവിടുന്ന്. അപ്പം പിന്നെ ഭാരം മുഴുവൻ, വീടിൻ്റെ ഭാരം എൻ്റെ മേലായി. ആ വീടൊന്ന് ശരിക്കും ആട്ടിരി തന്നെയാണോ? അല്ല, ഇവിടെ കോട്ടക്കൽ അല്ലനീസ് ജ്വല്ലറിയില്ലേ, അതായിരുന്നു എൻ്റെ വീട്. ടൗണിൽ തന്നെയായിരുന്നു? ആ, ടൗണിൽ തന്നെ. സാഹിബിൻ്റെ പള്ളീൻ്റെ ഒക്കെ അടുത്ത് നേരെ നോക്കുന്നുണ്ട് സാഹിബിൻ്റെ പള്ളിക്ക്. എൻ്റെ അടുക്കളയിൽ നിന്ന് നേരെ നോക്കുന്നുണ്ട്. അത് 4 രൂപ വാടകക്കാണ് ഇത്. ഒരു മാസത്തിൽ 4 രൂപ വാടക. അങ്ങനെ ഞാൻ ബോംബെക്ക് പോയി ആദ്യത്തെ വർഷം തിരിച്ചു വന്നപ്പോൾ ഇവിടുന്ന് വീടൊക്കെ പൊളിച്ചിരിക്കുന്നു. അപ്പോൾ വന്ന് നോക്കുമ്പോൾ എൻ്റെ വാപ്പ 12 ആടുകളുണ്ടായി. ആ ആടുകൾക്ക് വാപ്പാണ്ട് വൈദ്യശാലയ്ക്കായിരുന്നു കറന്ന് കൊടുത്തത്. അതിനെ 12നെയും വിറ്റു. പെങ്ങളുടെ കുറച്ച് പണ്ട് കൊടുത്ത് 1400 രൂപയ്ക്ക് 1 ഏക്കറയും 30 സെൻറ്റും വാങ്ങി. 1400 രൂപയ്ക്ക്. അങ്ങനെ അതിലൊരു ചെറിയ വീടുണ്ടായിരുന്നു, അതിക്ക് താമസം മാറി. അതെവിടെയാ? അത് ആട്ടീരി. അതാണ് ഇപ്പോൾ ആട്ടീരി. അങ്ങനെ ഞാൻ ബോംബെയിൽ നിന്ന് വന്നപ്പോൾ നേരെ ആട്ടീരിക്ക് നടന്നു പോയത്. അന്ന് റോഡില്ല. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ബോംബെക്ക് പോക്കും വരവും ഒക്കെ തുടങ്ങി. പിന്നെ ഈ ബോംബെയിൽ നിന്ന് എങ്ങനെയാണ് പിന്നെ ഗൾഫിലേക്ക് പോകണം? അങ്ങനെ എൻ്റെ ഒരു പെങ്ങളുടെ മകളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പെങ്ങൾക്ക് 2 കുട്ടികളല്ലേ. അപ്പോൾ ഒരു കുട്ടിക്ക് 6 മാസം പ്രായമായപ്പോൾ അവൻ്റെ ബാപ്പാക്ക് ഭ്രാന്തായിക്കാണ്ട് വന്നു. വേളിമേല എസ്റ്റേറ്റിൽ തിരുവനന്തപുരത്ത് റബ്ബർ വെട്ടലായിരുന്നു ജോലി. അങ്ങനെ അദ്ദേഹം ഭ്രാന്തായിക്കാണ്ട് തിരിച്ചു വന്നു. അപ്പോൾ അവരെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ ഭാരം പാടെ എനിക്കായി. അപ്പോൾ അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അവരെങ്ങനെ വളർത്തിക്കൊണ്ട് പോരാ. അപ്പോൾ ആ കുട്ടി ഏതാണ്ട് ഈ പ്രായമൊക്കെ ആയപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, മകളെ, നമ്മൾക്ക് ദൈവം നമുക്കിതാ ഒരു സമ്മാനം തന്നിട്ടുണ്ട്. ഇതിനെ കെട്ടിക്കാൻ വഴി നീ നോക്കല്ലാതെ വേറെ ആരും ഇല്ല കേട്ടോ. ഇതിൻ്റെ വാപ്പ ഭ്രാന്താണ്, ഇതിൻ്റെ കുടുംബങ്ങളൊക്കെ മഹാദരിദ്രന്മാരാണ്. ആയിക്കോട്ടെ എന്ന് കരുതിയേ എൻ്റെ മനസ്സിലൊരു ഉദ്ദേശം വെച്ചു. പിന്നെ ഗൾഫിൽ പോയാലേ ഈ കുട്ടീനെ കെട്ടിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഗൾഫിലേക്ക് പോകാൻ ഇപ്പം എന്താ മാർഗം? അതിന് പൈസ വേണമല്ലോ. അങ്ങനെ ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഞാനൊരു ഉദ്ദേശം വെച്ചിട്ടുണ്ട്, ഉമ്മ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെയുള്ള ആ ഉദ്ദേശം പൂർത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ലാഞ്ചിക്ക് പോകുമ്പോൾ പറഞ്ഞില്ല, അത് ഉമ്മ സമ്മതിക്കില്ല. അങ്ങനെ അത് പറഞ്ഞു, നിൻ്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അത് ദൈവം സഫലീകരിച്ച് തരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പോക്ക് പോയിട്ടാണ് എന്നെ തുന്നൽ പണി പഠിപ്പിച്ചു പറഞ്ഞല്ലോ, തൃശ്ശൂർക്കാരൻ പ്രഭാകരൻ. അദ്ദേഹമാണ് എന്നെ തുന്നലൊക്കെ പഠിപ്പിച്ച് നല്ല കട്ടിങ്ങൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെ അദ്ദേഹത്തിനോട് ഞാൻ ചെന്ന് പറഞ്ഞു, ഉമ്മ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, പെങ്ങളെ കുട്ടീനെ കെട്ടിക്കണം. അതിന് ഈ ഗൾഫിൽ പോയാലേ സഹായിക്കുള്ളൂ. ഇപ്പോൾ എല്ലാവരും ലാഞ്ചിക്കാണ് പോകുന്നത്, വിസ പാസ്പോർട്ടൊന്നും അറിയില്ല അന്ന്. അങ്ങനെ ഞാൻ മുമ്പിലൂടെ പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? ഒരു 600 റുപ്യ ഉണ്ടായാൽ ലാഞ്ചിക്ക് പോകായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ജ്യേഷ്ഠൻ തന്നെ ഇവിടുന്ന് മരണപ്പെട്ടതാണ്, നീ ആകെ ഒരാണുള്ളൂ, ഇനി അവർ അതിനെക്കാട്ടി കഷ്ടമാവും നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. അപ്പോൾ നീ പോണ്ട, നിനക്ക് അക്കാലത്ത് 10,000 റുപ്യ എനിക്ക് സഹായിച്ചു തരാമെന്ന് പെങ്ങളെ കുട്ടീനെ കെട്ടിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എത്ര കാലം കൊണ്ടാണ് ഞാൻ വീട്ടുക, അത്ര വീട്ടാൻ എന്നെക്കൊണ്ട് കഴിയില്ലല്ലോ.
അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാനിതിങ്ങനെ പോയാൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ കടം വീട്ടും ഈ കാര്യങ്ങളും നിറവേറും എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാൽ ശരി, എന്നാൽ ലാഞ്ചുള്ളത് എന്ന് അന്വേഷിക്കുക. ആ ലാഞ്ചുള്ളത് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചു. അപ്പോൾ ഇന്ന ദിവസമുണ്ട് ലാഞ്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസം ആയപ്പോൾ എന്നോട് ഇന്ന് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ വാപ്പാൻ്റെ സ്വത്ത് വിറ്റ പണം എടുത്ത് വെച്ചോ മതി. അദ്ദേഹം പൈസ എടുത്ത് വെച്ചു. അങ്ങനെ അത് വാങ്ങി ഏജൻ്റ് അടുത്ത് പോയി. ഫെബ്രുവരി 4 1972 ഫെബ്രുവരി 4 ലാഞ്ചിക്ക് പോയി. വസായി എന്ന് പറഞ്ഞ ബോംബെ വസായി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഒരു പാടത്തു കൂടി നടന്നു പോകണം. രാത്രിയാണ് പോകുന്നത്. അങ്ങനെ കോളികളെ ബോട്ടുണ്ട് മത്സ്യം പിടിക്കുന്നത്. ആ ബോട്ടിൽ കയറാൻ പറഞ്ഞു. ആ ബോട്ടിൽ കയറി. അത് ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് പോയി. എന്ത് സ്പീഡിലറിയോ, അപ്പം തന്നെ ഇത് മരണപ്പോക്കാണ്. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ അവിടെ ഒരു ലാഞ്ച് നിൽക്കുന്നുണ്ട്. ആ ലാഞ്ചിൽ കയറാൻ പറഞ്ഞു. എല്ലാവരും കയറി. ഞാനും എങ്ങനെയൊക്കെ കൊത്തി പിടിച്ച് കയറി. അങ്ങനെ എല്ലാറ്റിനും അതിൻ്റെ ഉള്ളിക്കാക്കുക. അതിൻ്റെ ഉള്ളിലൊരു ഇത്തരം നാറ്റുണ്ട്. അത് മാത്രം സഹിച്ചുകൂടാ, വേറെ എന്തും സഹിക്കുക. അങ്ങനെ ആ ലാഞ്ചി അന്ന് രാത്രി 4 ഫെബ്രുവരി 4 പുറപ്പെട്ടു. അതിലെ കുറേ അങ്ങ് പോയി. കുറേ ഭയങ്കര കോളുകൾക്കും ഞങ്ങളെല്ലാവരും മരിക്കുകയാണിത് കരുതി. അങ്ങനെയാണ് അവിടെ ഭയങ്കര തിരമാല വന്നുകൊണ്ട് മൂടി. ലാഞ്ചിയിലൊക്കെ വെള്ളം നിറഞ്ഞു. എല്ലാവരും മരിക്കണത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ 5-ാമത്തെ ദിവസം അർദ്ധരാത്രി തണുത്ത് കോച്ചുന്ന ടൈമാണ്. അവിടെ ഇറങ്ങാൻ പറഞ്ഞു. ലാഞ്ചി കര ചുറ്റി കാണിച്ച് കണ്ട് അതാ കര കാണുന്നുണ്ട്, ചാടിക്കോളി പറഞ്ഞു. അപ്പോൾ അവിടെ ചാടിയപ്പോൾ നീന്താറിയാനോലൊക്കെ രക്ഷപ്പെട്ടു. നീന്താറിയാത്തവർ മുങ്ങിപ്പോയി. അങ്ങനെ അവിടുന്ന് എത്ര വയസ്സുണ്ട് അന്ന് 22 വയസ്സ് കേട്ടാ. പിന്നെ അവിടുന്ന് ഷാർജയിലേക്ക് പിന്നെ ലാൻഡ് ഓവർ എന്ന് പറഞ്ഞ ജീപ്പിനും വരണം. അതിന് 11 റിയാൽ കൊടുക്കണം. അതപ്പോൾ അവിടെ നമ്മുടെ കോട്ടക്കല്ലെ ഒരു സ്നേഹിതൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഓനെ കണ്ടുമുട്ടി. ഓൻ അന്ന് അവിടെ താമസിപ്പിച്ചു. പോലീസുകാർ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പിടിക്കുന്ന കൂട്ടത്തിൽ പെടാതിരിക്കാൻ എന്നെ അവൻ കൊണ്ടുപോയി റൂമിലാക്കി. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിറ്റേന്നാണ് ഈ ലാൻഡ് ഓവർ ഉള്ളത്. വേറൊരു സ്നേഹിതൻ ഒരു 13 റിയാൽ, അന്ന് റിയാലാണ് അവിടെ, ദർഹമല്ല. ആ റിയാൽ തന്നു. ഞാൻ ആ ലാൻഡ് ഓവറിൽ കയറി. രാവിലെ ഒരു 11-11:30 കയറിയിട്ട് 4 മണിയൊക്കെ ആയപ്പോഴാണ് ഷാർജയിലെത്തിയത്. അങ്ങനെ ഞാൻ ടൈലറാണ്. അന്ന് വേഗം ടൈലർ പണി കിട്ടും. അങ്ങനെ 2-3 കടയിലൊക്കെ ജോലി ചെയ്ത് പിന്നെ പാസ്പോർട്ടൊന്നും ഇല്ലാതെ വന്ന ആളല്ലേ. അപ്പോൾ പാസ്പോർട്ട് ഉണ്ടാക്കിയാൽ എനിക്ക് വിസ കിട്ടണമെങ്കിൽ അവിടുത്തെ അക്കാലത്ത് 1500 ദിർഹമൊക്കെ കൊടുക്കണം, അല്ല റിയാൽ കൊടുക്കണം. അപ്പോൾ അതിനെൻ്റെ അടുത്ത് മാറുകയില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പണി കിട്ടിയാൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. 5 കൊല്ലത്തെ ഗവൺമെൻറ് ഓഫ് ദുബൈൻ്റെ വിസ കിട്ടും എന്നുദ്ദേശിച്ച് അവിടെ ജോലി കിട്ടാൻ എന്താ മാർഗം തോന്നി. അപ്പോൾ നമ്മളെ ഈ ഭാഗത്തുള്ള ആൾക്കാരാണ് അവിടെ മുഴുവൻ ജോലി ചെയ്യുന്നത്. കാലൊടി കുഞ്ഞാവാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എൻ്റെ ഒരു സ്നേഹിതനായിരുന്നു, നല്ല ആത്മാർത്ഥതയുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ആയിട്ട് ഞാൻ ബന്ധമായി. മൂപ്പരോട് പറഞ്ഞു, എനിക്ക് അവിടെ എന്തെങ്കിലും ജോലി തന്നാൽ ഞാൻ വിസ അടിക്കണമെങ്കിൽ അവിടെ കയറണം, അല്ലാതെ മാർഗമില്ല. അപ്പോൾ നീ നല്ലൊരു ടൈലറായിരിക്കണം, ഈ ഷെയ്ഖിൻ്റെ വീട്ടിൽ അടിച്ചു കയറുന്ന പണിയൊക്കെ ആയിരിക്കും, അത് എടുക്കാൻ നീ തയ്യാറാണോ? ഞാൻ പറഞ്ഞു എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് പറഞ്ഞ് ഉദ്ദേശിക്കാണ്ട് നാട് വിട്ടില്ല. അതിൽ ഞാൻ പല ജോലിയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഷെയ്ഖിൻ്റെ കാറ്റ് കൊള്ളുന്ന സ്ഥലമുണ്ടല്ലോ, അവരുടെ കൊട്ടാരങ്ങൾ, അവിടെ ഒരു ജോലി കിട്ടി കാവൽക്കാരനായിട്ട്. കാവൽക്കാരനായിട്ട് ആദ്യം കിട്ടുന്നു. അവിടെ അവർക്ക് വരുമ്പോൾ ഗേറ്റ് തുറന്നു കൊടുക്കുക, റൂമുകൾ തുറന്നു കൊടുക്കുക, ചായ ഗാവ അതൊക്കെ കൊടുക്കുക. ഇന്നിപ്പോൾ ദുബായ് ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ്, അദ്ദേഹത്തിന് എൻ്റെ കയ്യിന് കൊണ്ട് പലപ്പോഴും ചായ കൊടുത്തിട്ടുണ്ട്, ഗാവ കൊടുത്തിട്ടുണ്ട്, വെള്ളം കൊടുത്തിട്ടുണ്ട്, കൈ കൊടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഭരിക്കുന്ന
അദ്ദേഹത്തിൻ്റെ വാപ്പയായിരുന്നു ആദ്യം ഷെയ്ഖ് റാഷിദ് ബിൻ സഈദ് അൽ പിന്നെ ഈ രാജകുമാരിയുടെ ഡ്രസ്സൊക്കെ തുന്നൽ. പിന്നെ ഞാൻ ഇവിടെ ഒരു 2 കൊല്ലത്തോളം അവിടെ കാവൽക്കാരനായപ്പോൾ അങ്ങനെ നിന്നപ്പോൾ പോലെ ഇറ്റ് ഷെയ്ഖുമാരായിട്ടൊക്കെ പരിചയമായി. പിന്നെ എങ്ങനെയോ രാജകുമാരൻ്റെ ചുവട്ടിലെത്തി. ഞാൻ ടൈലറാണ്. അങ്ങനെയാണ് അവർ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ പോയി കൊണ്ടേ എന്ന് പറഞ്ഞു. അതിൻ്റെ സ്വന്തം ഡ്രൈവറോട്, കോട്ടക്കാരൻ തന്നെയാണ് ആ ഡ്രൈവർ. കോട്ടയക്കാരൻ തന്നെയാണ് ആ ഡ്രൈവർ. അങ്ങനെ അദ്ദേഹം എന്നെ അടുത്ത് വന്നു എന്നോട് ഷെയ്ഖ് ലത്തീഫ് ചെല്ലാൻ പറഞ്ഞു. ഷെയ്ഖ് ലത്തീഫ് പറഞ്ഞ് ഷെയ്ഖ് റാസിൻ്റെ ഭാര്യയാണ്, രാജകുമാരി. അപ്പോൾ എന്തിനാണ് എന്തോ ടൈലറിൻ്റെ എന്താ കാര്യങ്ങൾ എന്താ പറയാനാണ്. അങ്ങനെ ചെന്നു. അപ്പം എന്നെ കണ്ടു. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയോ ചോദിച്ചു. അറബിയിൽ. എനിക്ക് ഇംഗ്ലീഷൊന്നും അങ്ങനെ അറിയില്ല. നിനക്ക് കുപ്പായ അടിക്കാൻ അറിയുമല്ലോ, നീ ടൈലറല്ലേ, എന്നാൽ ഈ കുപ്പായ ഒന്ന് കൊണ്ടുപോയി അടിക്കുക. ഞാനത് കൊണ്ടുപോയി അത് പറഞ്ഞ വഴി അടിച്ചു വിട്ടു. അത് വളരെ സന്തോഷത്തോട് കൈകൊട്ടിയിട്ട് പറഞ്ഞു, ഇന്ന് തൊട്ട് നീ എൻ്റെ ടൈലറാണ്. അങ്ങനെ പിന്നെയാണ് മിലിറ്ററിക്കാർ അവിടെ വലിയ വലിയ ഓഫീസർമാരൊക്കെ ഈ ഷെയ്ഖിനെ കാണാൻ വരും. അപ്പോൾ അവർക്കൊക്കെ സെലൂട്ടും കൊടുത്ത് കൈ കൊടുത്ത് ചായ ഗാവ അത് ഇതൊക്കെ ഞാനും എൻ്റെ കൈ കൊടുക്കും. അവരായിട്ട് പരിചയം. അപ്പോൾ അവിടുത്തെ മേജർ മുബാറക്ക്, അദ്ദേഹത്തിന് മലയാളികളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് അവിടെ ഒരു ജോലി വേണ്ടിയിരുന്നു, അവിടെ അടിച്ചു തരുന്ന പണി കിട്ടിയാലും തരക്കില്ല. അപ്പോഴും 1500 1600 തരാൻ കിട്ടും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഷെയ്ഖിൻ്റെ ടൈലറല്ലേ, എനിക്കെന്തിനാ അവിടെ ജോലി? അത് രാജാവിൻ്റെ ടൈലർ എന്ന് പറഞ്ഞാൽ വലിയതല്ല, ആ പേര് എനിക്ക് വേണ്ട, പക്ഷെ ശമ്പളം കുറവാണ്, അപഹരിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ അവിടുന്ന് ഞാൻ ഈ 550 ദിർഹം ശമ്പളം ഉള്ളിടത്ത് മിലിറ്ററിയിൽ കയറിയത്. അവിടെ സ്റ്റാർട്ടിങ് തന്നെ 3476 ദിർഹമാണ് കിട്ടിയത്. ഇവിടുത്തെ 50,000 60,000 ഒക്കെ ഉണ്ട്. അത് അവിടുത്തെ സർക്കാർ, അവിടുത്തെ മിലിറ്ററി അല്ലത്? അവിടുത്തെ മിലിറ്ററി. അത് നല്ല ശമ്പളമായിട്ടുള്ള സോൾജറായിരുന്നു ഞാൻ. ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ശമ്പളം ഉയർത്തി UAE ഒന്നാകെ. അപ്പോൾ ദുബായ് ഗവൺമെൻറ് നമ്മളെ ഡ്രസ്സൊക്കെ സിവിലിയനാക്കി. അപ്പോൾ പഴയ ശമ്പളം അങ്ങനെ തന്നെ നിർത്തി. അങ്ങനെയാണ് 17 വർഷവും 5 മാസവും മിലിറ്ററിക്കാരനാണ്. ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് എത്ര കാലമായി? 30 കൊല്ലമായി നാട്ടിലെത്തിയിട്ട്. എന്നിട്ടിപ്പോൾ ഈ പാട്ട് അപ്പോഴും അവിടെ നിന്നു അല്ലേ? ഏത്? ആ പാട്ട് അപ്പോഴും റെക്കോർഡ് ചെയ്യാനും നടന്നില്ല? നടന്നില്ല. അതല്ല, റെക്കോർഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ പാട്ടുകാരിയായപ്പോൾ അവളെ കൊണ്ട് പാടിപ്പിച്ചു ഞാൻ. അപ്പോൾ അത് നന്നായിട്ട് തോന്നി. അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അവളെ വാപ്പാട് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് ഈ 30 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് പാട്ട് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഈ പിന്നെ അന്ന് തന്നെ ചെറുപ്പം മുതലേ പാട്ടിനോട് താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണ്? ആരുടെ പാട്ടുകളാണോടാണ് കൂടുതൽ താല്പര്യം? ഒരു കുറച്ച് പാട്ടുകൾ. താല്പര്യം മുഹമ്മദ് റാഫി, പിന്നെ യേശുദാസിൻ്റെ, അങ്ങനെയൊക്കെ, പിന്നെ മന്നാട്. ഇഷ്ടപ്പെട്ട 1-2 പാട്ടുകളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് വരികളൊന്ന് ചൊല്ലാൻ പറ്റുമോ? ഹേ മേരെ प्यारे वतन, है मेरे बिछड़े चमन, तुझ पे तेरा दिल, है मेरे प्यारे वतन, है मेरे बिछड़े चमन, तुझ पे दिल कुर्बान. മന്നാടുടെ പാട്ട്. ആജാ 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 तुझको पुकारे मेरा प्यार, तुझको पुकारे मेरा प्यार, आजा मैं तुम्हें चाहूँ तेरी चाह में, तुझको पुकारे मेरा प्यार, आखिरी पल है
आखिरिया है तुझे ढूंढ रही है. ഇവര് ഇപ്പൊ ഈ പാട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ അറിയായിരുന്നോ? ആ പാട്ട് എഴുതിയതല്ല, ട്യൂൺ ചെയ്തിട്ടുണ്ട്. ചെറുപ്പം തൊട്ട് തന്നെ പപ്പയ്ക്ക് ഈ പാട്ട് പാടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അത് കേട്ട് ഇങ്ങനെ പഠിച്ച് ഒരു ഡയറിയിലൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പപ്പാൻ്റെ ട്യൂൺ ചെയ്ത പാട്ട് എനിക്കത് പാടണം എന്നുള്ളത്. ഞാൻ പപ്പാനോട് പറഞ്ഞിട്ടില്ല, അത് ഞാൻ പപ്പാനോടാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു അത്. ഞാൻ പപ്പാനോട് ഇപ്പോഴേക്കാരും ഇപ്പം പറയുണ്ടാവുക. അത് വെള്ളിക്കപ്പറ്റ നിസാർ മാഷ് എടുത്താണ് റെക്കോർഡ് ചെയ്തത്. എന്നെ ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്യിപ്പിച്ചത് നിസാർ മാഷ് തന്നെയാണ്. എല്ലാ പാട്ടും നിസാർ മാഷ് എടുത്ത് തന്നെയാണ് പോയി ട്രെയിൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ അതല്ലാതെ വേറെ സംഗീതം പഠിക്കുന്നുണ്ടോ? ഞാൻ കർണാട്ടിക് സംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാബുരാജ് മാഷ് എടുത്തായിരുന്നു പഠിച്ചത്. കോട്ടക്കൽ. ഇപ്പൊ ഞാൻ 10ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ മാപ്പിളപ്പാട്ടുകൾ പാടാറുണ്ടോ? മാപ്പിളപ്പാട്ട് ഞാൻ ഒരു വർഷം കൊണ്ടോട്ടി മാപ്പിളപ്പാട്ട് അക്കാദമി ഒരു വർഷം പഠിച്ചു. അഷ്റഫ് മാഷ കീഴിലായിരുന്നു. അതിലിപ്പോ ഈ പിന്നെ ആരെങ്കിലും കൂടെ പാടി അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഞാൻ കണ്ണൂർ ഷെരീഫ് ഖാന്റെ കൂടെ പാടിയിട്ടുണ്ട്. അത് തിരൂര് വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ വെച്ചിട്ട്. അത് ജസ്റ്റ് സാറ് വന്ന് പാടായിരുന്നു, ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് സാർ വന്ന് പാടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഒരു ഗെയിം പറഞ്ഞായിരുന്നു, ഒരു പാട്ടിന്റെ BGM വായിക്കും, അതിന്റെ അനുപല്ലവി പാടാൻ ഇവള് പാടും പറഞ്ഞു. അപ്പോൾ ഷെരീഫ് ഖാക്ക് അതൊരു വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ആയിരുന്നു. ഷെരീഫ് ഖാറിനോള് സ്റ്റേജിലേക്ക് വിളിച്ചാൽ പാടും ചോദിച്ചു. അപ്പോൾ പിന്നെ പാടും പറഞ്ഞ് അങ്ങനെ സ്റ്റേജിൽ കയറ്റി പാടി. ഷെരീഫ് ഖാൻ എൻ്റെ അടുത്ത് പൊക്കി. അത് പടവാള മിഴിയുള്ളൂ. പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കനിത്തേവി പിന്നെ സൈനബാബീവി ചെഞ്ചോര ചുണ്ടിണയുണ്ട് നല്ല മൊഞ്ചുള്ള താമരച്ചിണ്ട്. ചെഞ്ചോര ചുണ്ടിണയുണ്ട് നല്ല മൊഞ്ചുള്ള താമരച്ചിണ്ട്. ബദറൊത്ത പെണ്ണിന്റെ കൽബിൽ റബ്ബ് കുതിരത്തോളിപ്പിച്ചു ചേലിൽ. കസുവണിഞ്ഞ തെങ്കിനാക്കൾ പൂക്കളായി വിരിഞ്ഞു, കാരകന്ന മാനസത്തിൽ അമ്പിളി തെളിഞ്ഞു. ഇതല്ലാതെ വേറെ പിന്നെ പാടി സ്റ്റേജുകളിലൊക്കെ പാടാറുള്ള പാട്ടാണ് ഈ ഫീമെയിൽ. മലർ കൊടി പോലെ വന്ന തൊടി പോലെ മയങ്ങോ നീ മടിമേലെ, മയങ്ങോ നീ മടിമേലെ. അമ്പേളി നിന്നെ പുൽകി അമ്പരം പോകെ ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാനാലോ മലി വിട നിന്നിൽ നീയൊരു പുൻതാരമായി ഉറങ്ങൂ. കനവു കണ്ടുണരാനായുഷ സണയുമ്പോൾ വിണ്ണിലെ പൊൻതാരകൾ ഓരമ്മ പെറ്റോരുണ്ണികൾ അവരൊന്നു ചേർന്നോരങ്കണം. കണ്ണിതെന്തുത്സവം കഞ്ഞിത്തേനൂറും ചൊല്ലുണ്ടോ കുഞ്ചും ചുണ്ടിൽ പുന്നാര ശീലുണ്ടോ